You're a superhero. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആനിമേറ്റഡ് സീരീസ് ആയ വാട്ട് ഇഫിന്റെ സീസൺ 2 വരാൻ പോകുന്ന ഡിസംബർ 22 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഡെയിലി ഓരോ എപ്പിസോഡ് വീതം ഡിസ്നി പ്ലസിലൂടെ ഇറങ്ങാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ വാട്ട് ഇഫിന്റെ സീസൺ 2 കാണുമ്പോൾ പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദി വീഡിയോ. ഒരു 2 വർഷം മുന്നേ 2021 വാട്ട് ഇഫിന്റെ ആദ്യ സീസൺ പുറത്തിറങ്ങിയത്. ആദ്യ സീസൺ വീക്കിലി ആയിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ സീസൺ 2 ഇപ്പോൾ ഡെയിലി ഓരോ എപ്പിസോഡ് വീതമാണ് ഇറങ്ങുന്നത്. ആദ്യ സീസണിൽ കണ്ടതിൽ വെച്ച് ഈ സീസണിൽ വെറൈറ്റി ആയിട്ടുള്ള വാട്ട് ഇഫ് എപ്പിസോഡുകളാണ് കാണിക്കാൻ പോകുന്നത്. മുമ്പ് കണ്ടതുപോലെ തന്നെ ഓരോ എപ്പിസോഡിലെ സ്റ്റോറി നടക്കുന്നത് ഓരോ യൂണിവേഴ്സിലായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് എപ്പിസോഡിലായിരിക്കും സീസൺ 1 കണ്ടതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ഒരു കൾമിനേഷൻ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ മുമ്പ് കണ്ടിരുന്ന യൂണിവേഴ്സിലെ സ്റ്റോറി മറ്റൊരു രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നതാണ് ഇതിന്റെ മെയിൻ കൺസെപ്റ്റ്. ഇതുകൂടാതെ മുന്നത്തെ സീസണിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ കാർട്ടർ, സുപ്രീം സ്ട്രേഞ്ച് എന്നീ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിൽ തിരിച്ചു വരുന്നുണ്ട്. കൂടാതെ ഈ സീരീസും ഉവാട്ടു എന്ന വാച്ചറിന്റെ നറേഷനിൽ തന്നെയായിരിക്കും പോകുന്നത്. കൂടാതെ ട്രെയിലറിലൊക്കെ കണ്ടത് വെച്ച് ലോക്കി സീസൺ 2 എൻഡിങ്ങിലായിട്ട് കാണിച്ചിട്ടുള്ള ലോക്കിയുടെ ആ മൾട്ടിവേഴ്സ് ട്രീ ഒക്കെ ഇതിലും കാണിക്കുന്നുണ്ട്. സോ മൾട്ടിവേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇത് കാണുന്നതിന് മുന്നേ ലോക്കിയുടെ സീസൺ 1ഉം വാട്ട് ഇഫിന്റെ സീസൺ 1ഉം അത് കഴിഞ്ഞ് ലോക്കിയുടെ സീസൺ 2ഉം കാണുന്നത് നന്നായിരിക്കും. ആകെ മൊത്തം 9 എപ്പിസോഡുകളാണ് ഈ സീസണിലുള്ളത്. ആ എപ്പിസോഡുകൾ ഏതൊക്കെയെന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഡിസംബർ 22 ഇറങ്ങാൻ പോകുന്ന ആദ്യത്തെ എപ്പിസോഡാണ് വാട്ട് ഇഫ് നെബുല ജോയിൻ ദി നോവ കോപ്സ്. താനോസിന് അടുത്ത് നിന്നും മാറി നെബുല നോവ കോപ്സിൽ ചേർന്നാൽ എന്ത് സംഭവിക്കുമെന്നതാണ് ഈ എപ്പിസോഡിലായിട്ട് കാണിക്കുന്നത്. എല്ലാ എപ്പിസോഡിലും കാണുന്ന ഉവാട്ടു എന്ന വാച്ചറിനെ കൂടാതെ ഈ എപ്പിസോഡിലെ മെയിൻ ക്യാരക്ടറായ നെബുലയ്ക്കൊപ്പം യോണ്ടു, ഹൊവാർഡ് ദി ഡക്ക്, കോർക്ക്, ഗ്രൂട്ട്, മീക്ക് എന്നീ ക്യാരക്ടേഴ്സിനെയും കാണാം. ഇനി രണ്ടാമത്തെ എപ്പിസോഡാണ് വാട്ട് ഇഫ് പീറ്റർ ക്വിൽ അറ്റാക്ക് അറ്റ് എർത്ത്സ് മൈറ്റിയസ്റ്റ് ഹീറോസ്. ചെറുപ്പത്തിൽ തന്നെ പീറ്റർ ക്വില്ലിന്റെ ഈഗോ കണ്ടെത്തുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ എപ്പിസോഡിലായിട്ട് കാണിക്കുന്നത്. ഇതിലായിട്ട് ഹാങ് പിമിന്റെ ആന്റ്മാൻ, ബിൽ ഫോസ്റ്ററിന്റെ ഗോലിയാത്ത്, ടിച്ചാലയുടെ ഫാദറായ ടിച്ചാക്കയുടെ ബ്ലാക്ക് പാന്തർ, മാർവെലിന്റെ സ്റ്റാർ ഫോഴ്സ് എന്നിവർക്കൊപ്പം വിന്റർ സോൾജിയർ, തോർ, പെഗ്ഗി കാർട്ടർ, യോണ്ടു, ഹൊവാർഡ് സ്റ്റാർക്ക് എന്നിവരും വരുന്നുണ്ട്. ഇനി ഹാപ്പി ഹോഗന്റെ ക്രിസ്മസ് ഡേ ഇവന്റ്സിനെ കാണിക്കുന്ന മൂന്നാമത്തെ എപ്പിസോഡായ വാട്ട് ഇഫ് ഹാപ്പി ഹോഗൻ സേവ് അറ്റ് ക്രിസ്മസ് എന്ന എപ്പിസോഡിലായിട്ട് ഹാപ്പി ഹോഗനെ കൂടാതെ ഡാർസി ലൂയിസും, ജസ്റ്റിൻ ഹാമറും, ഒപ്പം തന്നെ ടോണി സ്റ്റാർക്ക്, സ്റ്റീവ് റോജേഴ്സ്, നടാഷ റോമനോഫ്, ക്ലിൻ ബാർട്ടൺ, തോർ എന്നിവരുമുണ്ട്. അടുത്തതായിട്ടുള്ള വാട്ട് ഇഫ് അയൺമാൻ ക്രാഷ്ഡ് ഇൻടു ദി ഗ്രാൻഡ് മാസ്റ്റർ എന്ന നാലാമത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ സീസൺ 1 തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും COVID-19 പാൻഡമിക് കാരണമായിട്ടുള്ള പ്രൊഡക്ഷൻ ഡിലേ കൊണ്ട് സീസൺ 2 മാറ്റുകയായിരുന്നു. ഈ എപ്പിസോഡിലായിട്ട് അയൺമാൻ, ഗമോറ, ഗ്രാൻഡ് മാസ്റ്റർ, വാൾക്കെയറി, കോർഗ്, ഹാൽക്ക്, ടോപ്പാസ്, റോസ്കോ എന്നീ ക്യാരക്ടേഴ്സും ഉണ്ട്. അഞ്ചാമത്തെ എപ്പിസോഡും സീസൺ 1 സ്റ്റോറി ലൈനുമായിട്ട് ബന്ധമുള്ളതാണ്. വാട്ട് ഇഫ് ക്യാപ്റ്റൻ കാർട്ടർ ഫോർട്ട് ദി ഹൈഡ്ര സ്റ്റോംബർ. സീസൺ 1 ഫിനാലയിലായിട്ട് കാണിച്ചിട്ടുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഈ എപ്പിസോഡുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ക്യാപ്റ്റൻ കാർട്ടർ, ഹൈഡ്ര സ്റ്റോംബർ എന്നീ ക്യാരക്ടേഴ്സും ഈ യൂണിവേഴ്സിലെ അവഞ്ചേഴ്സായ ബ്ലാക്ക് വൈഡോ, ഹോക്കി, തോർ, അയൺമാൻ, വാസ്പ് എന്നിവരും ഇതിൽ വരുന്നുണ്ട്. ഇനി ആറാമത്തെ എപ്പിസോഡായ വാട്ട് ഇഫ് കഹോരി റീഷേപ്പ് ദി വേൾഡിലായിട്ടാണ് കോമിക്സിൽ ഇല്ലാത്ത MCU ഒറിജിനൽ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സിൽപ്പെട്ട കഹോരി എന്ന ക്യാരക്ടർ ടെസറാക്ട് കണ്ടെത്തി പവേഴ്സ് നേടുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളുമാണ് ഇതിൽ കാണിക്കുന്നത്. 10 റിംഗ്സിനെയും അസ്ഗാർഡിനെയും ബേസ് ചെയ്ത് നടക്കുന്ന ഏഴാമത്തെ എപ്പിസോഡാണ് വാട്ട് ഇഫ് ഹെല ഫൗണ്ട് ദി 10 റിംഗ്സ്. മാൻഡരിനും ഓഡിനുമായിട്ടുള്ള ഫൈറ്റിംഗ് ഒക്കെ ഈ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിരിക്കും. മാൻഡരിനെയും ഓഡിനെയും കൂടാതെ ഹെല, യങ്ലി, ഗ്രേറ്റ് പ്രൊട്ടക്ടർ ഡ്രാഗൺ എന്നീ ക്യാരക്ടേഴ്സും ഇതിലുണ്ട്. മാർവൽ 1602 എന്ന കോമിക് സീരീസിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടുള്ള എട്ടാമത്തെ വാട്ട് ഇഫ് എപ്പിസോഡാണ് വാട്ട് ഇഫ് ദി അവഞ്ചേഴ്സ് അസംബിൾഡ് ഇൻ 1602. അവഞ്ചേഴ്സും സൂപ്പർ ഹീറോസും എല്ലാം 17ാം നൂറ്റാണ്ടിലായിരുന്നെങ്കിലുള്ള സ്റ്റോറിയാണ് ഇതിൽ കാണിക്കുന്നത്. ആ ടൈം പീരീഡിലുള്ള ക്യാപ്റ്റൻ അമേരിക്ക, പെഗ്ഗി കാർട്ടർ, ഹൾക്ക്, തോർ, വിന്റർ സോൾജിയർ, ആൻഡ്മാൻ, നിക് ഫ്യൂരി, വാണ്ട മാക്സിമോഫ്, റെഡ് സ്കൾ എന്നീ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരിക്കും ഇത്. ഇനി 9ാമത്തെയും സീസൺ 2 അവസാനത്തെയും എപ്പിസോഡായ വാട്ട് ഇഫ് സ്ട്രേഞ്ച് സുപ്രീം ഇന്റർവ്യൂവിൻ ഡിസംബർ 30 ഇറങ്ങുന്നത്. സീസൺ 1 നാം കണ്ടിട്ടുണ്ടായിരുന്ന സ്ട്രേഞ്ച് സുപ്രീം തന്നെയാണ് ഈ എപ്പിസോഡിലും വരാൻ പോകുന്നത്. കൂടാതെ കഹോരി എന്ന ക്യാരക്ടറും ഇതിൽ വരുന്നുണ്ട്. മുന്നത്തെ സീസണിൽ തന്നെ സുപ്രീം സ്ട്രേഞ്ച് എത്രമാത്രം പവർഫുൾ ആണെന്ന് നമ്മൾ കണ്ടതാണ്. വീണ്ടും മൾട്ടിവേഴ്സിന് പ്രശ്നമുണ്ടാക്കുന്ന എന്തെങ്കിലും വന്നാൽ അതിനെ വാച്ചറും സ്ട്രേഞ്ചും എങ്ങനെ നേരിടുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏതായാലും വാട്ട് ഇഫ് സീസൺ 2 വരാൻ പോകുന്ന എപ്പിസോഡുകൾ ഏതൊക്കെയെന്നും അത് കാണുമ്പോൾ പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. സീസൺ 1 പോലെ തന്നെ സീസൺ 2ഉം ഒരു അടിപൊളി സീരീസ് ആകുമെന്ന് വിചാരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ സൈനിങ് ഔട്ട് GCM.